നമസ്കാരം. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലുണ്ടായ വിനാശകരമായ ഇരട്ട ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. മരണസംഖ്യ 10,000-ങ്ങൾ പിന്നിടുമെന്ന സൂചനകളും ശക്തമാണ്. ലോകരാജ്യങ്ങൾ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി എത്തുമ്പോൾ ഇന്ത്യയും ആ രാജ്യത്തെ ചേർത്ത് പിടിക്കുകയാണ്. ശക്തമായ ഇരട്ട ഭൂകമ്പം കടുത്ത നാശം വിതച്ച വെനസ്വേലയ്ക്ക് അടിയന്തര മാനുഷിക സഹായവുമായി ഇന്ത്യ എത്തി. ഭൂകമ്പാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഓപ്പറേഷൻ അമിസ്നാഥ് എന്ന് പേരിട്ട പ്രത്യേക ദൗത്യത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. സ്പാനിഷ് ഭാഷയിൽ അമിസ്നാഥ് എന്നാൽ സൗഹൃദം എന്നാണ് അർത്ഥം. ദുരന്തബാധിതർക്കുള്ള അടിയന്തര സഹായ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 തന്ത്രപ്രധാന ഗതാഗത വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇന്ത്യയുടെ ഈ നിർണായക ദുരിതാശ്വാസ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. പരിക്കേറ്റവർക്ക് അടിയന്തര വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെ അത്യാധുനിക ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും ഈ ദൗത്യത്തിന്റെ ഭാഗമായി വെനസ്വേലയ്ക്ക് നൽകുന്നുണ്ട്. ഇന്ത്യ 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയാണ് വിമാനങ്ങളിലുള്ളത്. ഇതോടൊപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 2 ഭീഷ്മം പോർട്ടബിൾ ദുരന്ത നിവാരണ ക്യൂബുകളും വെനസ്വേലയിൽ എത്തിക്കും. ദുരന്തമുഖങ്ങളിൽ മിനിറ്റുകൾക്കകം അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ വരെ സജ്ജീകരിക്കാൻ ശേഷിയുള്ളതാണ് ഈ മൊബൈൽ ക്യൂബുകൾ. പ്രതിസന്ധിയുടെ ഈ ദുഷ്കരമായ ഘട്ടത്തിൽ വെനസ്വേലയിലെ സർക്കാരിനും ജനങ്ങൾക്കും സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂചലനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന വെനസ്വേലയിൽ മെഡിക്കൽ സംവിധാനങ്ങളുടെ കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഫീൽഡ് ആശുപത്രിയും മെഡിക്കൽ സംഘവും അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ ഇരട്ട ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നതായി ആരോഗ്യമന്ത്രി കാർലോസ് അൽവാരഡോ സ്ഥിരീകരിക്കുന്നു. ദുരന്തത്തിൽ 4,300-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ തലസ്ഥാനമായ കാരക്കാസ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ വെനസ്വേലൻ നഗരങ്ങളെയാണ് തകർത്ത് കളഞ്ഞത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം. ഈ സമാനതകളില്ലാത്ത മാനുഷിക ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഇന്ത്യ വെനസ്വേലയെ ചേർത്തുപിടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടവും വെനസ്വേലയെ സഹായമായി എത്തുന്നുണ്ട്. വെനസ്വേലയ്ക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദുരന്തബാധിതർക്ക് ആവശ്യമായ മരുന്നുകൾ, അടിയന്തര രക്ഷാപ്രവർത്തന സാമഗ്രികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ എത്തിക്കുന്നതിനാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ സൈന്യവും സന്നദ്ധ സംഘടനകളും രാജ്യാന്തര റെഡ് ക്രോസ് സംയുക്തവുമായാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എന്നാലും വെനസ്വേലയെ ഇന്ത്യ ചേർത്ത് പിടിക്കുകയാണ്. അടിയന്തര മരുന്നുകൾ ഉൾപ്പെടെയുള്ള മികച്ച രീതിയിൽ അടിയന്തരമായ സാഹചര്യത്തിൽ ഓപ്പറേഷൻ പോലും നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള മെഡിക്കൽ ക്യൂബുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിമാനം അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്.